വെൽക്കം ടു ലാം PSC. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് OMR ഷീറ്റ്, PSCയുടെ OMR ഷീറ്റ് എങ്ങനെ ഫില്ല് ചെയ്യാന്നുള്ളത് അല്ലേ. പലരും എക്സാമിനേഷൻ ഹാളിലേക്ക് കടന്നു കഴിയുമ്പോൾ OMR ഷീറ്റ് നമ്മളെ കയ്യിൽ തരുമ്പോൾ അതിൽ 2 പാർട്ട് ഉണ്ടാവും, അതിൽ കുറേ ഫില്ല് ചെയ്യാനുണ്ട്. ആദ്യമായിട്ടൊക്കെ പോകുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ചിലരെങ്കിലും ഒന്ന് സ്ട്രെസ്ഡ് ആവാറുണ്ട് അത് ഫില്ല് ചെയ്ത്. കാരണം ടീച്ചേഴ്സ് അപ്പോഴേ പറയും, അവർ പറയും നിങ്ങളത് ഫില്ല് ചെയ്യുമ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ വേറെ തരില്ല കേട്ടോ, നമ്മുടെ ചാൻസ് പോകും എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ പരിഭ്രാന്തരായിട്ട് അത് ഫില്ല് ചെയ്ത് തെറ്റിക്കാറുണ്ട്. തെറ്റിച്ച് കഴിഞ്ഞാൽ സംഭവം ശരിയാണ്, വേറെ തരാൻ സാധ്യത വളരെ കുറവാണ്, തരാറില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, സൂക്ഷിച്ച് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് ഒറിജിനൽ PSCയുടെ OMR ഷീറ്റ് എങ്ങനെയാണ്, അതിനെങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഒരുവിധ സ്ട്രെസ്സും ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ആയിരിക്കും PSCയുടെ OMR ഉള്ള 2 പാർട്ട് ഉണ്ട് അല്ലേ. ഒരു പാർട്ട് എയും പാർട്ട് ബിയും. ഈ പാർട്ട് എ നമ്മൾ പരീക്ഷ കഴിയുന്ന സമയത്ത് ഇത് രണ്ടും സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക അല്ലേ, അവിടെ ഇങ്ങനെ ടിയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻവിജിലേറ്റേഴ്സിന് കൈമാറുക. സോ എങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. നിങ്ങൾ നോക്കൂ, ആദ്യം ഇവിടെ ഒരു കോളം, അത് ഇൻവിജിലേറ്റേഴ്സിന്റെ സൈൻ ചെയ്യാൻ, അവിടെ നമ്മൾ ഒന്നും ചെയ്യേണ്ട. പിന്നീട് ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താണ്, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എഴുതാനാണ് അല്ലേ. ഈ കോളം കണ്ടോ, ഇതെന്താണ്, നമ്മുടെ രജിസ്റ്റർ നമ്പർ എഴുതാനാണ്. അവിടെ എന്താണ്, ഫസ്റ്റത്തെ ഒരു കോളത്തിൽ നിങ്ങൾക്ക് ഒരു ആൽഫാ ന്യൂമറിക് നമ്പർ ആയിരിക്കും, ഒരു സെഡോ എന്തെങ്കിലും ലെറ്റർ വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യാം. ആ ലെറ്റർ അവിടെ എഴുതാം. പിന്നത്തെ കോളത്തിൽ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ നമ്പർ രജിസ്റ്റർ നമ്മൾ എന്ത് ചെയ്യുക, തെറ്റാതെ പൂരിപ്പിക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഇപ്പോൾ 180 123 ആണ് ഹോൾ ടിക്കറ്റ് നമ്പർ എന്ന് രജിസ്റ്റർ നമ്പർ വിചാരിക്കുക. അത് അവിടെ എഴുതുന്നു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഇവിടെ 1 ആണെങ്കിൽ 1-ന് ഒരു മാർക്ക് ഇടുക, 8-ന് മാർക്ക് ഇടുന്നു, 0 ഏതാണ് നമ്പർ അതിൻ്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ബബിളിന്. പിന്നെ ഇവിടെ 1 2 3 ഇങ്ങനെ ജസ്റ്റ് ഒരു കുത്തിട്ട് കൊടുക്കുക, നിങ്ങൾ ഒരു മാർക്ക് ചെയ്ത് പോകും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, അത് തെറ്റിയിട്ടില്ലല്ലോ നമ്മൾ ഉറപ്പാക്കുന്നു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ ഇരുന്നിട്ട് ഇതെന്ത് ചെയ്യുക, വൃത്തിയായിട്ട് ഓരോ ബബിളും എന്ത് ചെയ്യുക, ഇതുപോലെയല്ല കുറച്ചും കൂടെ നീറ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബബിൾ ചെയ്യുക. ഓക്കെ ആണല്ലോ. ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ നമ്പർ എഴുതുക. ക്ലിയർ ആണല്ലോ. ഈ ഒരു കോളം എന്താണെന്ന് വിചാരിക്കേണ്ട, നിങ്ങൾ രജിസ്റ്റർ നമ്പറിൻ്റെ മുന്നേ ഒരു ആൽഫ നമ്പർ ഉണ്ടാവും അല്ലേ, ഒരു ആൽഫബറ്റിക് ഉണ്ടാവും, അതാണ് അവിടെ എഴുതേണ്ടത്. എന്നിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എന്ത് ചെയ്യുക, ഫോളോ ചെയ്തിട്ട് എഴുതുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് ഈ ഭാഗത്ത് ആദ്യം ചെയ്യാനുള്ളത്. പിന്നെന്താ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ടോ, ഇങ്ങനെ നിങ്ങൾക്ക് ടിയർ ചെയ്യാൻ, ഇവിടെ ഇങ്ങനെ ടിയർ ചെയ്യാനുള്ള ഭാഗം ഉണ്ടാവും, അതായത് 2 പാർട്ടാക്കാൻ. ഇനി അടുത്തത് ഡേറ്റ് ഓഫ് ബർത്ത്. ശ്രദ്ധിക്കണേ, ഡേറ്റ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് എക്സാമിനേഷനും എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ നോക്കണം. അതിൻ്റെ നേരെയാണ് എഴുതേണ്ടത്. ഇപ്പോൾ ഇതെന്താ, ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ജനന തീയതിയാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളത് എഴുതുന്നു. ഇപ്പോൾ 24/4 എത്രയാണോ നിങ്ങളുടെ വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നു, അവിടെ നിങ്ങൾ എഴുതുക. ഡേറ്റ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് എക്സാമും തെറ്റിക്കരുത്. പിന്നെ ഏതാണ്, നിങ്ങൾ ഏത് പരീക്ഷയ്ക്കാണ്, നെയിം ആൻഡ് പോസ്റ്റ് ഫോർ വിച്ച് എക്സാമിനേഷൻ ഈസ് കണ്ടക്റ്റഡ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പരീക്ഷ ഏതാണോ അത് എഴുതുക. അതും അതിൻ്റെ കോഡും, ചിലയിടത്ത് കോഡ് എഴുതാൻ പറയാറുണ്ട്. അപ്പോൾ നെയിം, അതിൻ്റെ പരീക്ഷാ കോഡ്, ഇപ്പോൾ കാറ്റഗറി നമ്പർ ഉണ്ടാവില്ല, 576/2021 എന്നൊക്കെ പോലെയുള്ള കോഡും നിങ്ങളുടെ പരീക്ഷയുടെ പേപ്പറും എന്താണോ ചോദിച്ചിരിക്കുന്നത് അത് നമ്മൾ എഴുതുക. ഇനി ഇവിടെ ശ്രദ്ധിക്കൂ, ഇവിടെ നോക്കൂ, ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എന്നാണോ പരീക്ഷ നടക്കുന്നത്, നിങ്ങളുടെ ഹോൾ ടിക്കറ്റിലുള്ള ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഏതാണോ അത് ഇവിടെ എഴുതാനാണ് വേണ്ടി പറയുന്നത്. അപ്പോൾ അത് ഏതാണ് ഡേറ്റ് എന്ന് വെച്ചാൽ 2026 2 ഏതാണോ മാസം എന്നുള്ള പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഫില്ല് ചെയ്തിട്ട് പോവുക. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ പാർട്ടിൽ ചെയ്യേണ്ടത്, ഇവിടെ നിങ്ങൾ രജിസ്റ്റർ നമ്പർ തെറ്റാതെ എഴുതുന്നു, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ എഴുതുന്നു, എക്സാം ആ പോസ്റ്റ് അത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ തന്നെ ഉണ്ടാവും, ആ പോസ്റ്റിൻ്റെ നെയിം ഏതാണോ എന്നുള്ളത് നിങ്ങൾ ഈ കോളത്തിൽ എഴുതുന്നു, പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എഴുതുന്നു. ഇനി ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഇൻവിജിലേറ്റർ വന്നിട്ട് ഇതെല്ലാം വെരിഫൈ ചെയ്യും. എന്നിട്ടാണ് അവരെന്ത് ചെയ്യുക, അവരുടെ ഇവിടെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ക്ലിയർ ആണല്ലോ. ഇത്രയാണ് നിങ്ങൾ ചെയ്യാനുള്ള. പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങളുടെ OMRൻ്റെ കോഡും നിങ്ങളുടെ പരീക്ഷയുടെ ചോദ്യ പേപ്പർ ഇല്ലേ അതിൻ്റെ കോഡും സെയിം ആണല്ലോ എന്ന് ഉറപ്പാക്കണേ. വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കയ്യിലുള്ള OMR ഷീറ്റിൻ്റെ കോഡും ഈ ആൽഫ കോഡ് ABCD അത് ഇതിലെയും ചോദ്യ പേപ്പറിലെയും സെയിം ആണല്ലോ നിങ്ങൾ എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം കേട്ടോ. അല്ലെങ്കിൽ അത് അപ്പം തന്നെ നിങ്ങളുടെ ഇൻവിജിലേറ്റർ അറിയിക്കുകയും അത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. എന്നിട്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ഇവിടേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, നമ്മൾ ഏതാണോ ചോദ്യം വായിക്കുന്നു, ഏത് ഓപ്ഷനാണോ കറക്റ്റ് എന്ന് തോന്നുന്നത് അതിനെന്ത് ചെയ്യുക, നിങ്ങൾ 100 ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ബബിൾ ചെയ്യുക. ബബിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ OMR ഷീറ്റിൽ എവിടെയും
അനാവശ്യമായിട്ട് നിങ്ങൾ ഇങ്ങനെ വരയ്ക്കുകയോ ഒന്നും ചെയ്യരുത് കേട്ടോ. നിങ്ങൾ കൃത്യമായി പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ബബിളുകയും എഴുതുകയും മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ അവിടെയും ഇവിടെയും ചില വരയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ റീഡബിലിറ്റിനെ അതിനെ ബാധിക്കും. അങ്ങനെയൊന്നും ചെയ്ത് ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. നിങ്ങളുടെ ഒരു റഫ് വർക്കും നിങ്ങൾ OMR ഷീറ്റിൽ ഒന്നും എഴുതരുത്. അത് നിങ്ങളുടെ ചോദ്യ പേപ്പറിൻ്റെ അവസാനം എന്തുണ്ടാവും, അതിന് നമുക്ക് സ്പേസ് ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ ഇൻവിജിലേറ്റർ ആവശ്യപ്പെടുന്ന സമയത്ത് എന്ത് ഇത് കട്ട് ചെയ്യാൻ പറയും അല്ലേ, ഇവിടെ മുറിക്കുക എന്ന് പറഞ്ഞ സമയത്ത് ഇത് കീറിയിട്ട് 2 പാർട്ടാക്കിയിട്ട് അവർക്ക് നിങ്ങൾ കൈമാറുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, പാനിക് ആവരുത്. ഈ ഒരു ഭാഗത്ത് നിങ്ങൾ രജിസ്റ്റർ നമ്പറും കാര്യങ്ങളും കൃത്യമായിട്ട് കാം ആൻഡ് ക്വയറ്റായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നിടത്ത് അത് കൃത്യമായിട്ട് എഴുതുക. എക്സാമിനേഷൻ ചോദിക്കുന്നിടത്ത് അവിടെ എഴുതുക. അത് രണ്ടും മാറിപ്പോവാതെ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ നെയിം ആൻഡ് പോസ്റ്റ് ഫോർ വിച്ച് എക്സാമിനേഷൻ ഈസ് കണ്ടക്റ്റഡ് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൻ്റെ താഴെ ഉണ്ടാവും. അതെന്ത് ചെയ്യുക, വൃത്തിയായിട്ട് അവിടെ എഴുതുക. പിന്നെ നിങ്ങളോട് അവർ ചോദിക്കുന്ന സമയത്ത് 2 പാർട്ടാക്കിയിട്ട് അവർക്ക് കൈമാറുക. ഓക്കെ, വീണ്ടും പറയുന്നു, അനാവശ്യമായിട്ട് എഴുത്തുകളോ വരകളോ ഒന്നും എന്ത് ചെയ്യരുത് OMR ഷീറ്റിൽ വെക്കരുത്. കാരണം ഇത് നിങ്ങൾക്കറിയാലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത്തരം കാര്യങ്ങളിൽ മാറി നിൽക്കുക. കാം ആൻഡ് ക്വയറ്റായിട്ട് എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക, നീറ്റായിട്ട് ഹാൻഡിൽ ചെയ്യുക. ഓക്കെ, അത്രയേ ഉള്ളൂ. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.